നമസ്കാരം. കണ്ണീർ തോരാതെ 11 നാൾ കടലിൽ തെരഞ്ഞിട്ടും തങ്ങളുടെ ഉറ്റവർ എവിടെയെന്നറിയാതെ കേഴുന്നവരുടെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാനാകില്ല. അവർക്കൊപ്പം നിൽക്കേണ്ട ബാധ്യത അധികൃതർക്ക് ഉണ്ട്. കാര്യക്ഷമമായ തിരച്ചിലിനൊപ്പം അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതിൽ വീഴ്ച വരുമ്പോൾ പ്രതികരിച്ചു പോകും. 11 നാൾ കാത്തിരുന്ന ശേഷം മുഖ്യമന്ത്രി എത്തുമ്പോൾ എന്തേ വൈകി എന്ന ചോദ്യം പ്രസക്തമാണ്. ഫിഷറീസ് മന്ത്രിയെങ്കിലും നേരിട്ടെത്തി ഏകോപനത്തിന് നേതൃത്വം നൽകേണ്ടതായിരുന്നു. സർക്കാർ ഇനിയെങ്കിലും വീഴ്ചകൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണം. ഇതുവരെയുള്ള വാർത്തകളുമായി ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 11ാം നാളും വിഫലം. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിച്ചു. സാധ്യമായതെല്ലാം ചെയ്യുമെന്നുറപ്പ്. വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും കാണാതായവരുടെ വീടുകൾ സന്ദർശിച്ച് മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും അബ്ദുൾ ഗഫൂറും ജോണിന്റെയും രാജേഷിന്റെയും വീട് സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് कृपया अपनी अपनी सीटों पर जाएं। अगर आप इस विधेयक का विरोध करना चाहते हैं, ये आपका व्यवहार उचित नहीं है। प्लीज आप सभी लोग सीट पर बैठिए. പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും സ്തംഭിച്ച പാർലമെന്റ്. CJP സമരത്തിലെ പോലീസ് നടപടിയിലും വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. FCRA ബിൽ JPCക്ക് വിടാമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളി പ്രതിപക്ഷം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളമെന്നാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വന്ദേ മാതര സർക്കുലർ വിവാദം അവസാനിക്കുന്നില്ല. പൂർണ്ണമായും ആലപിക്കണമെന്നാണ് തന്റെ സന്ദേശമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന് ആശയക്കുഴപ്പമില്ലെന്ന് മന്ത്രി T സിദ്ദിഖ്. പൂർണ്ണമായും ആലപിക്കേണ്ടതില്ലെന്നാണ് CMPയുടെ നിലപാടെന്ന് CP ജോൺ. കോൺഗ്രസുകാർ ഇറ്റാലിയൻ ദേശീയഗാനം പാടട്ടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ വന്ദേ മാതരം ആലപിക്കും. പൊതുപരിപാടികളിൽ ദേശീയഗാനത്തിനു മുൻപ് തമിഴ് തായ്വാഴ്ത്ത് നിർബന്ധമായും ആലപിക്കണമെന്ന പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഫണ്ട് തട്ടിപ്പിൽ BJP സംസ്ഥാന കോർ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം. ശക്തമായ നടപടി വേണമെന്നും S സുരേഷിന് ഒഴിയാനാകില്ലെന്നും V മുരളീധര വിഭാഗം. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കാസർഗോഡ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി BJP. കുമ്പള ഗവൺമെന്റ് സ്കൂളിൽ N ഷംസുദ്ദീനെ ഉപരോധിച്ചു. സവർക്കർ ചോദ്യ വിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം. അധ്യാപകർ വകുപ്പ് തല അച്ചടക്കം പാലിക്കണമെന്നും വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കരുതെന്നും മന്ത്രി. CBSE തായ്ക്കൊണ്ടോ സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുത്ത +2 വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതര പരിക്ക്. തലച്ചോറിന് പരിക്കേറ്റത് തൃശൂർ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിന്. കുട്ടി ചികിത്സയിൽ. പരിക്കേറ്റത് ഈ മാസം 3-ന് മഹാരാഷ്ട്ര ചന്ദ്രപുരയിലെ മത്സരത്തിൽ. എതിരാളി നിയമങ്ങൾ പാലിക്കാതെ മർദ്ദിച്ചെന്ന് കുട്ടിയുടെ കുടുംബം CBSE ചെയർമാന് പരാതി നൽകി. ജാർഖണ്ഡ് പരീക്ഷാ ക്രമക്കേടിൽ നിയമസഭയിലേക്ക് വമ്പൻ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ലാത്തിച്ചാർജ് നടത്തി പോലീസ്. രാജിവെച്ച PSC ചെയർമാൻ L ഖിയാങ്ഡെ അറസ്റ്റിൽ. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിന് ജാമ്യം. ICCയുടെ പുതിയ ഏകദിന ലോകകപ്പ് ഫോർമാറ്റിനെതിരെ പ്രതിഷേധവുമായി സ്കോട്ട്ലൻഡും നെതർലൻഡ്സും. എതിർപ്പ് പ്രകടിപ്പിച്ചത് സംയുക്ത പ്രസ്താവനയിലൂടെ. കൊളംബോയിൽ ഭൂചലനം, 26 മരണം. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.4 തീവ്രത. രക്ഷാപ്രവർത്തനം തുടരുന്നു. സ്റ്റോറി ഓഫ് ദി ഡേ. അവർ വീണ്ടും ജീവന്റെ കരയിൽ. ആരുഷിന് അഭിനന്ദന പ്രവാഹം.
വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. ഒടുവിൽ കണ്ണീരൊപ്പാനും ആശ്വാസമേകാനും മുഖ്യമന്ത്രിയും കൂട്ടരുമെത്തി. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ 11 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയത്. കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പരമാവധി സഹായം കുടുംബത്തിന് നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി ഷിബു ബേബി ജോണും പിന്നാലെ ജില്ലയിലെ മറ്റു മന്ത്രിമാരും ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി. അതേസമയം ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും ഫലം കണ്ടില്ല. ഉച്ചയോടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രി ഷിബു ബേബി ജോണും നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയുടെ പുത്തൻതുറയിലെ വീട്ടിലെത്തിയത്. ഒരു കുടുംബത്തിനും ഇത്തരമൊരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ലെന്നും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും ഒരു കാലത്തും നടക്കാത്ത വിധത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി സഹായം കുടുംബത്തിന് നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തുടർന്ന് കൊല്ലം ജില്ലയിൽ നിന്നുള്ള മറ്റു മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി.സി. വിഷ്ണുനാഥും ഗൗതമിന്റെ വീട്ടിലെത്തി. മനുഷ്യസാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് ഒരു വാക്കും പ്രവൃത്തിയും പകരമാവില്ലെന്നും മന്ത്രിമാർ പറഞ്ഞു. അതേസമയം ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും ഫലം കണ്ടില്ല. കോസ്റ്റൽ പോലീസ്, മറൈൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. നാവികസേനയുടെ വിദഗ്ധ സ്കൂബ സംഘവും ഹെലികോപ്റ്ററുകളും തിരച്ചിലിന് നേതൃത്വം നൽകി. നാവികസേനയുടെ അതിവേഗ പെട്രോളിംഗ് യുദ്ധക്കപ്പലായ INS കൽപ്പേനിയും തെരച്ചിലിൽ പങ്കുചേർന്നു. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കടലിലിറങ്ങി പരിശോധന നടത്തിയെങ്കിലും ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതികൂല കാലാവസ്ഥയും കടലിലെ കള്ളക്കടൽ പ്രതിഭാസവും തെരച്ചിലിന് തടസ്സങ്ങളായി. ജൂലൈ 31-നാണ് ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച മത്സ്യബന്ധന വള്ളം കടലിൽ മറിഞ്ഞ് അപകടമുണ്ടായത്. ഗൗതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. മത്സ്യത്തൊഴിലാളികളോട് ഒരു സമാധാന വാക്കുപോലും പ്രതികരിക്കാതിരുന്ന ഫിഷറീസ് മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനമാണ് നേരിട്ടത്. വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും മത്സ്യത്തൊഴിലാളികളെ കാണാതായ വീടുകൾ ഇന്ന് സന്ദർശിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറും സർക്കാർ ഒപ്പമെന്നും കാണാതായവർക്കായി തിരച്ചിൽ ഊർജിതമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കുകയും അപകടം പറ്റിയ ഗോൾഡൻ അവറിലെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുമെന്നും ഫിഷറീസ് മന്ത്രി ഉറപ്പു നൽകി. മത്സ്യത്തൊഴിലാളികളെ കാണാതായി 10 ദിവസം പിന്നിട്ടിട്ടും ഫിഷറീസ് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് ഇന്ന് വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും മന്ത്രിമാരുടെ സന്ദർശനം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിച്ചത്. ആദ്യമെത്തിയത് വിഴിഞ്ഞത്ത് കാണാതായ പുല്ലുവിള സ്വദേശി ജോൺ മത്യാസിന്റെ വീട്ടിലായിരുന്നു. അരമണിക്കൂറിലധികം വീട്ടുകാരുമായി സംസാരിച്ച് അവരുടെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ട പരിഹാരം ഉടനടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായാൽ ആദ്യത്തെ ഗോൾഡൻ അവറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴും ഏകോപിപ്പിക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നും രക്ഷാദൌത്യത്തിന് കൃത്യമായ പ്രോട്ടോകോൾ ഇല്ല എന്നതുമാണ് ജോണിന്റെ മകൾ ജിജി ആദ്യമേ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെയും മന്ത്രിമാർ നേരിട്ട് കേട്ടറിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ തടയാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് തന്നെ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗോൾഡൻ അവറിൽ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത്. മുതലപ്പൊഴിയുടെ വിഷയവുമായി സംബന്ധിച്ച് ഡ്രഡ്ജിങ്ങിന് ഗവൺമെന്റ് ഓർഡർ ജിയോ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കും. അവർക്കതിന്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. SOP 2 ആഴ്ചക്കുള്ളിൽ നിലവിൽ വരും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അതൊക്കെ ഓൾറെഡി അവരുടെ ഇപ്പം അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് നമുക്ക് അഷ്യൂറിറ്റി തന്നിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത്. വിഴിഞ്ഞത്ത് നിന്ന് നേരെ മുതലപ്പൊഴിയിലെത്തിയ മന്ത്രിമാർ ദുരിതമേഖലകൾ സന്ദർശിച്ചു. കടലിൽ കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. മുതലപ്പൊഴിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒരു ശാശ്വത പരിഹാരവും രക്ഷാദൌത്യത്തിന് വേണ്ട കാര്യക്ഷമമായ ഇടപെടലും തന്നെയാണ് നാട്ടുകാർ ഉന്നയിച്ചത്. അതേസമയം കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ വീട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. രാജേഷിന്റെ കുടുംബം അനാഥമാകാൻ പാടില്ലെന്നും മുൻകാലത്തേക്കാൾ കൂടുതൽ സഹായം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട്ടിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശനം നടത്തി. ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹായത്തിന് എന്തിനാണ് ഒരു രാഷ്ട്രീയ നേതാവിനോട് മന്ത്രി സഹായം അഭ്യർത്ഥിച്ചതെന്ന് അറിയില്ല. അബദ്ധങ്ങൾ തിരുത്തി കണ്ടെത്താനുള്ളവരെ വേഗത്തിൽ കണ്ടെത്തണമെന്നും ജോണിന്റെ കുടുംബം ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതുപോലുള്ള അവരിനു വേണ്ടിയുള്ള ജീവത്യാഗത്തിൽ സംസ്ഥാനം സ്വീകരിച്ച മാതൃകകൾ പിന്തുടരാൻ സർക്കാർ തയ്യാറാകണം. അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണ്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ നടത്തുന്നതിൽ സർക്കാർ പരാജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൊല്ലം നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. സർക്കാരിൻ്റേത് നിരുത്തരവാദപരമായ സമീപനമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലാണ് നടക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ആദ്യം മുതൽ തിരച്ചിൽ നടന്നിട്ടില്ല. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളിലുള്ളവർക്ക് ജോലി നൽകണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2 പേരുടെ ശവസംസ്കാരം നടന്ന തറയാണ് കാണുന്നത്. അതേ കുടുംബത്തിലുള്ള അച്ഛനും മകളുടെ ഭർത്താവും മരണപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഗൗതം കൃഷ്ണനും ഉണ്ടായിരുന്നത്. സത്യാഗ്രഹം കിടക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവരിന്നേ വരെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ല. അതിൻ്റെ CJP സമരത്തിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ഇരുസഭയും നിരവധി തവണ ഇന്ന് തടസ്സപ്പെട്ടു. പോലീസ് നടപടിയിൽ മാത്രമല്ല വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി നൽകുമെന്ന് അറിയിച്ചെന്നും പ്രതിപക്ഷം ബഹളം അവസാനിപ്പിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അമിത്ഷാ പാർലമെന്റിൽ വരാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ബഹളത്തിനിടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. ലോക്സഭയും രാജ്യസഭയും ആരംഭിച്ചപ്പോൾ തന്നെ അമിത്ഷാ എവിടെയെന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ചു. ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ അമിത്ഷാ പാർലമെന്റിൽ മറുപടി നൽകുമെന്നും പക്ഷേ സമരത്തിലെ പോലീസ് നടപടിയിൽ മാത്രമല്ല വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയെന്നും പ്രതിപക്ഷം ബഹളമുണ്ടാക്കി സഭ തടസ്സപ്പെടുത്തരുതെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു. സർക്കാർ पूरा छात्र का मामले को लेकर के चर्चा के लिए तैयार है और स्टेटमेंट ही नहीं, छात्र का मामला को लेकर के पूरा चर्चा के लिए तैयार है और पूरा जवाब देने के लिए तैयार है. സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി നൽകണമെന്നാണ് ആവശ്യമെന്നും എന്തുകൊണ്ടാണ് അമിത്ഷാ പാർലമെന്റിനകത്ത് വരാത്തതെന്നും പ്രതിപക്ഷം ചോദിച്ചു. लोकसभा में और राज्यसभा में एक ही डिमांड है कि अमित शाह जी सदन में आना चाहिए और अपनी बात रखना चाहिए. പ്രതിപക്ഷ ബഹളത്തിനിടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായ്ക്ക് പകരം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയാണ് ബിൽ അവതരിപ്പിച്ചത്. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും സഭയിൽ അവതരിപ്പിച്ചു. നികുതി നിയമ ഭേദഗതി ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത് പാസാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഖനന നിയമ ഭേദഗതി ബില്ലിനെതിരെ NK പ്രേമചന്ദ്രൻ MP. അപൂർവമായ ധാതു സമ്പത്ത് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകാനുള്ള നീക്കമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഖനന ഭൂമിയിൽ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം പൂർണ്ണമായും എടുത്തു കളയുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോക്സഭയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച
പുതിയ ഖനന നിയമ ഭേദഗതി ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് മിനറൽ കണ്ടന്റുള്ള മുഴുവൻ ലാൻഡും കേന്ദ്ര ഗവൺമെന്റിന് അധികാരപ്പെട്ടതാണ്. യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സിന്മേൽ, അതായത് ഭൂമിയിലും ഭൂമിയിന്മേലുള്ള കെട്ടിടങ്ങളിലും മേലുള്ള അധികാരം, നിയമനിർമ്മാണാധികാരവും അതുപോലെ അവിടെ ഖനനം നടത്തിയാൽ റോയൽറ്റി അവകാശപ്പെടാനും ഫീസ് ഏർപ്പെടുത്താനും ലെവി ഏർപ്പെടുത്താനുമുള്ള അവകാശവും അനുവാദവും സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കെ ആ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിലേക്ക് മാറ്റുന്ന നിയമ ഭേദഗതിയാണ് വളരെ ബുദ്ധിപരമായി കൗശലത്തോടുകൂടി സഭാ നടപടികൾ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രക്ഷുബ്ധമായിട്ട് സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ആ നിയമനിർമ്മാണവുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ BJP കോർ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. തട്ടിപ്പിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് V. മുരളീധരൻ MLA ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതായും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേതാക്കൾ ശക്തമായി പ്രതികരിച്ചത്. തട്ടിപ്പിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് V. മുരളീധരൻ വിഭാഗം ആവശ്യപ്പെട്ടു. ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നതായി പറയപ്പെടുന്ന തട്ടിപ്പിൽ നിന്നും ജനറൽ സെക്രട്ടറി S. സുരേഷിന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. വട്ടിയൂർക്കാവിലെ ഫണ്ട് തട്ടിപ്പിൽ R. ശ്രീലേഖ നൽകിയ പരാതിയും പാർട്ടി നേതൃത്വം പരിഗണിച്ചിട്ടില്ലെന്നും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ നടപടി സ്വീകരിച്ചില്ലെന്നും മുരളീധര വിഭാഗം നേതാക്കൾ പറഞ്ഞു. തൃശൂരിലെ കോടിക്കണക്കിന് രൂപ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണ വിധേയരായ നേതാക്കൾ തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ചു. പാർട്ടിക്കുള്ളിൽ ഉയർന്ന ആരോപണങ്ങൾ BJPയെ പ്രതിരോധത്തിലാക്കിയതായും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കമ്മിറ്റിയെ അറിയിച്ചു. അതേസമയം പാർട്ടിക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കണമെന്ന ആവശ്യമാണ് കോർ കമ്മിറ്റിയിൽ നേതാക്കൾ ഉയർത്തിയത്. PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ ശക്തമായ ഇടപെടൽ നടത്താനും കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവാദമായ സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കാസർഗോഡ് BJPയുടെ പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കുമ്പള ഗവൺമെന്റ് സ്കൂളിൽ പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു BJP പ്രവർത്തകർ സ്കൂളിന് മുൻവശം ഉപരോധിച്ച് പ്രതിഷേധിച്ചവരെ കുമ്പള പോലീസ് നീക്കിയെങ്കിലും സ്ഥലത്ത് വനിതാ പോലീസ് ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. കാസർകോട്ടെ സ്വാതന്ത്ര്യദിന ക്വിസ് വിവാദത്തിൽ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ BJP ജില്ലാ നേതൃത്വം വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കുമ്പള GHSൽ എത്തിയ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിച്ചായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. സ്വാതന്ത്ര്യദിന ക്വിസിൽ VD സവർക്കറുടെ പേര് വന്നതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ താൽപര്യം മാനിച്ചാണ് അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തതെന്ന് BJP നേതൃത്വം ആരോപിച്ചു. VD സവർക്കറെ പിന്തുണച്ചുള്ള മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. മുസ്ലിം ലീഗിന്റെ വർഗീയത്വം അതേപോലെ കോൺഗ്രസ് പിന്തുണക്കുന്ന സർക്കാർ തന്നെ ധിക്കാരായിരിക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ ജില്ലയുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു മാസ്റ്ററിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി BJP വിടുവില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിപാടി നടക്കവേ BJP പ്രവർത്തകർ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നത് തടയാൻ മതിയായ പോലീസ് സേന സ്ഥലത്തുണ്ടായിരുന്നില്ല. പ്രതിഷേധിച്ച വനിതാ നേതാക്കളെ വനിതാ പോലീസ് ഇല്ലാതെ പിടിച്ചുമാറ്റിയതും ഏറെ നേരം സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. മന്ത്രിക്കെതിരെ നടന്ന BJP യുവമോർച്ച പ്രതിഷേധം കുമ്പള പോലീസ് സ്റ്റേഷനിലേക്കും നീണ്ടു. അരമണിക്കൂറിലേറെ നീണ്ട പ്രതിഷേധങ്ങൾക്ക് ശേഷം പോലീസ് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നീക്കം ചെയ്ത പ്രവർത്തകരെ വിട്ടയച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കാസർഗോഡ് നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് വിദ്യാഭ്യാസ കലണ്ടറിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. അധ്യാപകർ ഒരു വകുപ്പ് എന്ന നിലയിൽ ചില ഡിസിപ്ലിനുകൾ പാലിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അവരവരുടെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നത് ശരിയല്ലെന്നും ഇതെല്ലാം വിമർശനങ്ങൾക്കിടയാക്കിയെന്നും മന്ത്രി പറഞ്ഞു. അല്ല, വിദ്യാഭ്യാസ വകുപ്പിൽ ഇതുപോലുള്ള പല പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ട്. അതിന് അംഗീകൃതമായൊരു കലണ്ടറുണ്ട്, അംഗീകരിച്ച പ്രവർത്തികളുമുണ്ട്, കലണ്ടറുമുണ്ട്. ഈ പറഞ്ഞ
കിസ് കോമ്പറ്റീഷൻ ഇതിലൊന്നും പെടുന്നതല്ല. ഇത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായി സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഏത് പ്രവൃത്തിയായാലും നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരാണ്, അധ്യാപകരാണ്. അവിടെ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുണ്ട്. കാസർകോട്ടെ വിവാദമായ സ്വാതന്ത്ര്യദിന കിസ് ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിന് മുൻവശം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞുവെങ്കിലും SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പ്രവേശിച്ചു. പ്രവർത്തകർ കളക്ടറേറ്റിൽ കടന്ന് ഏറെ നേരം സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ കോമ്പൗണ്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടയിൽ SFI പ്രവർത്തകരുടെ മറ്റൊരു സംഘം കളക്ടറേറ്റിലെ മറ്റൊരു ഗേറ്റിലൂടെ അകത്ത് പ്രവേശിച്ചതും ഏറെ നേരം സംഘർഷത്തിന് വഴി തുറന്നു. സ്വാതന്ത്ര്യദിന ക്വിസിലെ VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ SFI മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം വിപിൻ രാജ് പായം ഉദ്ഘാടനം ചെയ്തു. വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറി ഉത്തരവിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം തുടരുന്നു. പൂർണ്ണമായും ആലപിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തുടരുമ്പോൾ എല്ലാ ഇന്ത്യക്കാരും ദേശീയഗീതം ആലപിക്കുമെന്നും കോൺഗ്രസുകാർ ഇറ്റാലിയൻ ദേശീയഗാനം ആലപിക്കട്ടെയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന സന്ദേശവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കുവച്ചു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. വന്ദേ മാതരം ദേശീയഗാനത്തിൽ ഭക്തിഗാനത്തിന്റെ സ്വരമുണ്ടെന്നും സെക്യുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക മതത്തിന്റെ കാര്യം പറയുന്നത് ശരിയല്ലെന്നും പൂർണ്ണമായും ആലപിക്കേണ്ടതില്ലെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരു ആശയക്കുഴപ്പമില്ലെന്നും ഉത്തരവിറക്കിയതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ സർക്കാരിന് ആർജവമുണ്ടെന്നും മന്ത്രി T സിദ്ദിഖും പറഞ്ഞു. നിലനിൽക്കുന്നില്ല. അതിൽ ഗവർണറുടെ ഓഫീസ് അവരുടെ അഭിപ്രായം പറഞ്ഞു, മന്ത്രിമാർ അവരുടെ അഭിപ്രായം പറഞ്ഞു, ഗവൺമെന്റ് ഒപ്പീനിയനും പറഞ്ഞു. വളരെ ക്ലിയറാണ് സ്റ്റാൻഡ്. വന്ദേ മാതരം ഇന്ത്യക്കാർ മുഴുവൻ ആലപിക്കുമെന്നും കോൺഗ്രസുകാർ ഇറ്റാലിയൻ ദേശീയഗാനം ആലപിക്കട്ടെ എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പരിഹസിച്ചു. ഞങ്ങൾ ഇന്ത്യയിലെ സിറ്റിസണായ ഇന്ത്യക്കാരെ എല്ലാവരും വന്ദേ മാതരം മുഴുവൻ പാടും, ജനഗണമന മുഴുവൻ പാടും. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതൊരു പ്രശ്നമാണെങ്കിൽ ഞാനത് ഇറ്റാലിയൻ നാഷണൽ ആന്തമിൻ്റെ ഒരു കോപ്പി അവർക്ക് അയക്കാം. അതായിരിക്കും അവർക്ക് പാടാൻ ഒരു ഈസി. അതേസമയം വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്നാണ് തന്റെ സന്ദേശമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വ്യക്തമാക്കി. താൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ അത് പൂർണ്ണമായും ആലപിക്കാറുണ്ടെന്നും ഗവർണർ പറഞ്ഞു. മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കേണ്ടെന്ന പ്രതികരണം വരുമ്പോഴും ഉത്തരവ് പിൻവലിക്കാൻ ചീഫ് സെക്രട്ടറിയും തയ്യാറായിട്ടില്ല. എന്നാൽ പ്രോട്ടോകോൾ സർക്കുലറിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടക്കുമ്പോൾ ദേശീയഗാനം പാടിയാൽ മതിയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ ഔദ്യോഗിക പരിപാടികളിൽ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് നിർബന്ധമായും ആദ്യ ഗാനമായി ആലപിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. മുഖ്യമന്ത്രി C ജോസഫ് വിജയ് അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷ കക്ഷികളായ DMKയും AIADMKയും ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണച്ചു. തമിഴ്നാടിന്റെ ഭാഷാപരവും സാംസ്കാരികവുമായ അവകാശങ്ങളിൽ സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്ന് മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. ഔദ്യോഗിക ചടങ്ങുകളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തിനോ ദേശീയ ഒരുമയ്ക്കോ എതിരല്ലെന്നും വിജയ് കൂട്ടിച്ചേർത്തു. ஒன்றுதான் இல்லைன்னு யாரும் மறுக்கவே முடியாது. உலகத்தில் இருக்க எல்லா மொழிக்கும் இது பொருந்தும், அதையும் யாரும் மறுக்க முடியாது. ஆனால் நம்ம தமிழ் வெறும் மொழி மட்டுமல்ல, பேசினா வர்ற ஓசை மட்டுமல்ல, திரும்பவும் சொல்கிறேன், தமிழ் ஒரு மொழி மட்டுமில்லை, அது நம்ம உயிர், அது நம்ம உணர்வு. CBSE തായ്ക്കൊണ്ട സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുത്ത +2 വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതര പരിക്ക്. തൃശൂർ പെരുമ്പലവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിനാണ് പരിക്കേറ്റത്. എതിർ മത്സരാർത്ഥി നിയമങ്ങൾ പാലിക്കാതെ മർദ്ദിച്ചെന്ന് ഫൈസിന്റെ കുടുംബം ആരോപിച്ചു. തലച്ചോറിന് പരിക്കേറ്റ വിദ്യാർത്ഥി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓഗസ്റ്റ് 3-ാം തീയതി മഹാരാഷ്ട്ര ചന്ദ്രപൂർ വെച്ചാണ് മത്സരം നടന്നത്. എതിർ മത്സരാർത്ഥി നിയമങ്ങൾ പാലിക്കാതെ മർദ്ദിച്ചെന്ന ഫൈസിന്റെ കുടുംബം ആരോപിച്ചു. റഫറി കൃത്യമായി ഇടപെട്ടില്ലെന്നും കുടുംബം പരാതിപ്പെടുന്നു. CBSE ചെയർമാന് കുടുംബം പരാതി നൽകി. പരിക്കേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവിച്ചത് ഗുരുതര പിഴവാണെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ.
ജാർഖണ്ഡ് പരീക്ഷാ ക്രമക്കേടിൽ രാജിവെച്ച PSC ചെയർമാൻ എൽ ഷിയാങ്ഡെ അറസ്റ്റിൽ. നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ ആരംഭിച്ച സമരത്തിന്റെ 17ാം ദിവസത്തിലാണ് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത മാർച്ച് നടന്നത്. പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. സർക്കാർ ജോലിക്കായുള്ള പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെയാണ് ജാർഖണ്ഡിൽ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ജന്തർ മന്തർ മോഡൽ സമരം ആരംഭിച്ചത്. റാഞ്ചിയിൽ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന നിയമസഭാ മാർച്ച് നടന്നു. പഴയ നിയമസഭാ മന്ദിരത്തിന് സമീപവും പുതിയ നിയമസഭയിലേക്കുള്ള വഴിയിലെയും ബാരിക്കേഡുകൾ മറികടന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിച്ചാർജും പ്രയോഗിച്ചു. ദേശീയ പതാകയും പൂക്കളും കൈകളിലേന്തിയായിരുന്നു പ്രതിഷേധം. आज जो है सो ये आंदोलन ऐतिहासिक आंदोलन होने जा रही है। आप शाम तक देखिएगा, धीरे धीरे ये भीड़ और बढ़ती जाएगी। राज्य सरकार से अपील है कि आपको अविलंब छात्रों के मुद्दों पर गंभीर होते हुए आज ही कुछ फैसला सुनाना पड़ेगा. പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആരോപണങ്ങൾ ഉയർന്ന പരീക്ഷകൾ റദ്ദാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. PSC അംഗങ്ങൾ രാജിവെച്ചെങ്കിലും ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP പ്രവർത്തകർ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിലെ CJP സമരവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തി അറസ്റ്റിലായ TG മോഹൻദാസിന് ജാമ്യം അനുവദിച്ച കോടതി. ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകണം. സമാനമായ കുറ്റങ്ങളിൽ അകപ്പെടരുതെന്നും അടുത്ത 3 ദിവസം അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഉപാധിയുണ്ട്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നലെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും ഇന്ന് പുലർച്ചെ 1:30 മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. കായിക വാർത്തകൾ നോക്കാം. ICC ഏകദിന ലോകകപ്പിൽ കൊണ്ടുവന്ന പുതിയ ഫോർമാറ്റിനെതിരെ കടുത്ത വിമർശനവുമായി സ്കോട്ട്ലൻഡ്, നെതർലാൻഡ്സ് ക്രിക്കറ്റ് ബോർഡുകൾ. ഇരു ബോർഡുകളും സംയുക്ത പ്രസ്താവനയിലൂടെയാണ് പുതിയ പരിഷ്കാരങ്ങളിലുള്ള വിയോജിപ്പ് പരസ്യമാക്കിയത്. മത്സരങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കൂടുതൽ വാശിയേറിയതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ICC 3 ഘട്ടങ്ങളുള്ള പുതിയ ടൂർണമെന്റ് ഫോർമാറ്റ് അവതരിപ്പിച്ചത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 14 തന്നെ തുടരുമെങ്കിലും കളിക്കുന്ന രീതിയിലാണ് പ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇനി ഈ മണിക്കൂറിൽ പുറത്തു വന്ന ഒരു വാർത്തയിലേക്കാണ്. കൊളംബിയയിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായിരിക്കുന്നു. 26 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ പടിഞ്ഞാറ് ചോക്കോ മേഖലയിലെ സാൻജോസ് ഡെൽ പാൽമറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അയൽ രാജ്യങ്ങളായ വെനസ്വലയിലും പനാമയിലും ഇക്വഡോറിലും ഭൂചലനമുണ്ടായി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശ്രീജ ആശിഷ് ചേരുന്നുണ്ട്. ശ്രീജ, ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്ത് വന്നത് എന്നുള്ളതാണ്. 26 പേരാണ് മരിച്ചിട്ടുള്ളത്, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ശ്രീജ? ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം ഈ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി പറഞ്ഞതുപോലെ 7.4 തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ഭൂചലനം തന്നെയാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത്. കൊളംബിയ പലപ്പോഴായി ഇത്തരം ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഇത്തവണ വെനസ്വേലയിലും ഇക്വഡോറിലും പനമയിലും അടക്കം ഭൂചലനത്തിൻ്റെ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൃശ്യങ്ങളിൽ പോലും ഇതിൻ്റെ ഒരു തീവ്രത വ്യക്തമാണ്. പല വലിയ കെട്ടിടങ്ങളും ഒന്നാകെ നിലം പതിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പല ആളുകളും നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്ന ദുരന്തപൂർണ്ണമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ പുറം ലോകം ഈ ഒരു വാർത്ത അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മരണം സംബന്ധിച്ച കണക്കുകളിലൊന്നും ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. പല ചാനലുകളും വിദേശ ചാനലുകളും പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അൽ ജസീറയുടെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ 47 പേർ മരിച്ചു എന്നുള്ളൊരു കണക്കാണ് അവർ പുറത്തുവിടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പല അയൽ രാജ്യങ്ങളുമൊക്കെ സഹായം നൽകിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്വഡോർ അടക്കം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വെനസ്വേലയിൽ
ഇരട്ട ഭൂചലനത്തിൽ അത് കഴിഞ്ഞ 2 മാസമായിട്ടേ ഉള്ളൂ 6000-ലധികം ആളുകൾ മരിച്ച ശേഷമാണ് ഇപ്പോൾ കൊളംബിയയിൽ ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക ഇല്ലാതില്ല. എങ്കിൽ പോലും ഭൂകമ്പം ഉണ്ടെങ്കിൽ കൂടി സുനാമി സാധ്യത ഇല്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ ഒരു ആശ്വാസവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അശ്വതി. ശരി ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ അതിശക്തമായ ഭൂചലനമാണ് കൊളംബിയയിൽ ഉണ്ടായിരിക്കുന്നത്. 26 പേരാണ് ഔദ്യോഗികമായി മരിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എങ്കിലും അതിൽ കൂടുതൽ പേർ മരിച്ചിട്ടുണ്ടെന്ന അനൌദ്യോഗിക കണക്കുകളും ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ശ്രീജ JR നൽകിയത്. മറ്റു വാർത്തകളിലേക്കാണ് ഇനി. ഭരണം മാറി, മന്ത്രിയും മാറി, പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികൾക്ക് ഒരു മാറ്റവുമില്ല. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിനിടെ വൻ പ്രതിഷേധം. പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് മണിക്കൂറുകളോളം ചികിത്സ ലഭിച്ചില്ല. തുടർന്ന് കുട്ടിയെ കോട്ടയത്തേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മന്ത്രി മടങ്ങി. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ നിഷേധമെന്നാണ് പരാതി. ആരോഗ്യവകുപ്പ് മന്ത്രി ആശുപത്രിയിലെത്തിയ സമയത്ത് പോലും അടിയന്തര വിഭാഗത്തിൽ ഡോക്ടർമാരില്ലാതെ മണിക്കൂറുകളോളം രോഗികൾ വലഞ്ഞു. ചികിത്സ കിട്ടാതെ ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ കോട്ടയത്തേക്ക് മാറ്റി. കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ്. 12 മണിക്ക് ഞാനിവിടെ വന്നു. പക്ഷേ ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുക്കേണ്ട വന്നിട്ടുള്ളൂ. പക്ഷേ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ ഒരുപാട് സമയം ലേറ്റായി. ഇവർ പറയുന്നു മന്ത്രി വന്നതാണ്, മന്ത്രി വന്നതിന്റെ തിരക്കാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു. മന്ത്രി വരുന്നതും പോലും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഒരു ക്യാൻസർ പേഷ്യന്റ് അതിനകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറയുന്നു അത് കൂടെ വന്ന ആള് പറഞ്ഞത് ട്രിപ്പ് തീർന്നിട്ട് 1/4 മണിക്കൂറായിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാ പറയുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ചികിത്സ നിഷേധിച്ചതിനെതിരെ ആശുപത്രി സൂപ്രണ്ടിനെയും DMOയെയും DYFI പ്രവർത്തകർ ഉപരോധിച്ചു. ആശുപത്രിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിനാണ് മന്ത്രി K മുരളീധരൻ എത്തിയത്. ആശുപത്രിയിൽ ഉണ്ടായ സംഭവങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല. അമൃത ന്യൂസ്, ഇടുക്കി. സർക്കാർ ആശുപത്രികളെ പരമാവധി ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമം സ്വകാര്യ ആശുപത്രികളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നുവെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. വിദേശ കമ്പനികളുടെ വരവ് മൊത്തത്തിൽ ആശുപത്രികളിൽ പിടിമുറുക്കാനുള്ള ശ്രമമാണ്. EDയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പക്ഷേ ആശുപത്രിയുടെ കാര്യങ്ങളിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നടപടിയെടുക്കാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. അവയവ കച്ചവടത്തിലെ ED അന്വേഷണം റിപ്പോർട്ട് കിട്ടിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ വീടുകളിൽ കയറുന്നതിൽ രാഷ്ട്രീയം നോക്കിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഈ ആശുപത്രിയുടെ കാര്യത്തിൽ ED എന്താണോ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അതനുസരിച്ച് ആക്ഷൻ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവയവ കച്ചവടം കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് അവയവ ദാനത്തിനെ ബാധിക്കുന്നുണ്ട്. ഇത് അവയവ കച്ചവടത്തിനെ പറ്റി ഏത് റിപ്പോർട്ട് കിട്ടിയാലും അത് ED തന്നാലും ഞങ്ങൾ ശക്തമായിട്ട് നടപടി സ്വീകരിക്കും. അത് ED തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് നികത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. NHM വഴി ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഈ മാസം 30-നകം നിയമന നടപടികൾ പൂർത്തിയാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. തൊടുപുഴയിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിലെ ഒഴിവുകൾ പരിഹരിക്കുന്നതിനാണ് അടിയന്തരമായി നിയമനം നടത്തുന്നത്. സ്ഥലം മാറ്റത്തെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രൊവൈഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത് പിരിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചികിത്സ നിഷേധിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തിയത്. നേരെ മറിച്ച് അങ്ങനെ ഒരു തെറ്റുണ്ട് എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. നഴ്സുമാർ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, ചികിത്സാ പിഴവല്ല. ആ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കുറേ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു.